വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ തന്നെ ഈ ബാഗ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇതിന് ഞാൻ ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിബും ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അപ്പോൾ നമ്മളുടെ ബാഗ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു പോൾസാണ്. അപ്പോൾ ഏകദേശം ഇത്ര തടി വരുന്ന പോൾസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഇതാണ് നമ്മളുടെ ഫ്ലവറിൻ്റെ നടുക്ക് വെക്കുക. ജംപ് റിങ്സ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, ഓപ്ഷണലാണ്. ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു ചെയിൻ ഒക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ ഈ ഒരു സിബും, ഇതൊക്കെയാണ് ബാഗിന് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. വേണ്ടത് ഒരു സിസറും പിന്നെ ഒരു ഹുക്കുമാണ്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള ഹുക്ക് എന്ന് പറഞ്ഞാൽ 3.5 mm ആണ്. അപ്പം ഞാൻ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഈ ഒരു യെല്ലോ കളറും ഈ ഒരു ഗ്രീൻ കളറും വെച്ചാണ്. അപ്പം യെല്ലോ കളർ സെൻറ്റർ ആയിട്ടും ഗ്രീൻ കളർ ഫ്ലവർ ആയിട്ടുമാണ് എടുക്കുന്നത്. സെൻറ്റർ ഏത് കളറായാലും കുഴപ്പമില്ല, കാരണം സെൻറ്ററിന് ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം പേൾ വരുമല്ലോ, പേൾ ഒട്ടിക്കുമ്പോൾ സെൻറ്റർ അത്ര കാണില്ല. അപ്പം നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ തുടങ്ങാം. യാണ് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് മാജിക് റിംഗ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് മാജിക് റിംഗ് ചെയ്യാതെ ഉള്ളൊരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് എങ്ങനെ ചെയ്യണത് എങ്ങനെയെന്നൊക്കെ നിങ്ങൾ എൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലത്തെ വീഡിയോ കണ്ടിട്ട് വരിക, അപ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് കുറച്ച് ചെയിൻസൊക്കെ ചെയ്യാം. നമുക്ക് ചെയിൻ 4 ചെയ്യാം. അപ്പോൾ ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4, ഇങ്ങനെ 4 ചെയ്യാം. ഇത് ഫസ്റ്റ് ചെയിനിലോട്ട് ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ചെയിൻ. അപ്പം അതിലോട്ട് ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ യാൺ ഓവറാക്കി ഇങ്ങോട്ട് എടുക്കാം. 2 ലൂപ്പുണ്ട് നമ്മളുടെ ഹുക്കിൽ. നമ്മൾ ഈ ഒരു ലൂപ്പ് മറ്റേ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൻറ്ററിൽ നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഹോള് കാണാം. ഈ ഹോളിലോട്ടാണ് നമ്മൾ ഇനി സിംഗിൾ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങൾ പാറ്റേൺ പ്രകാരം നമുക്ക് ചെയിൻ 1 ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഈ ആൺടയിൽ ഇങ്ങോട്ടാക്കിയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ ഒരു ഹോളിലോട്ട് സിംഗിൾ ക്രോഷേ ചെയ്യുക. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ നമ്മൾ ആ ഹോളിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. നമ്മളിങ്ങനെ എടുക്കുക. സിംഗിൾ ക്രോഷേ എങ്ങനെ ചെയ്യാൻ നിങ്ങൾക്കറിയില്ലേ. ഇനി 2 ലൂപ്പിൽ കൂടെ യാൺ ഓവർ ചെയ്ത് എടുക്കുക. ഇതാണ് ഫസ്റ്റ് സിംഗിൾ ക്രോഷേ. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇതൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് 12 സിംഗിൾ ക്രോഷേ ഈ ഒരു ഹോളിലോട്ട് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ സിംഗിൾ ക്രോഷേ ആണ്. അപ്പം നിങ്ങളിത് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് കാണാം. പന്ത്രണ്ട് സിംഗിൾ ക്രോഷേ ചെയ്തു. ഇപ്പോൾ കണ്ടില്ല, ഒരു മാജിക് റിങ്ങിൽ ചെയ്ത പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ ആൺടയിൽ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഹോള് ക്ലോസ് ആവും. അപ്പോൾ ഞാൻ വലിക്കുന്നുണ്ട്, നിങ്ങളും വലിക്കുക. നമ്മൾ ഈ ഹോള് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹോള് തുറന്നു വന്നാലും കുഴപ്പമില്ല, ഈ ആൺടയിൽ ഇവിടെ ഉള്ളിടത്തോളം നമുക്ക് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കളർ ചേഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇത് നമ്മൾ ചെയ്ത ചെയിൻ 1 ആണ്. അതിലോട്ടല്ല, അതിൻ്റെ ഇപ്പുറത്തുള്ള സ്റ്റിച്ചാണ് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു സിംഗിൾ ക്രോഷേ. അപ്പോൾ അതിലോട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മളുടെ ഗ്രീൻ കളർ യാൺ എടുക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് കയ്യിലൊന്നിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഈ യാണൊന്നിങ്ങനെ വലിച്ചെടുക്കാൻ നോക്കുക. അപ്പം അതിൽ നമ്മൾ യാണ് കറക്റ്റായിട്ടല്ലേ വലിച്ചെടുക്കുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെ യാണ് 4 നാലായിട്ട് വരണമെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും വലിച്ചെടുക്കാതെ കറക്റ്റായിട്ട് വലിച്ചെടുക്കുക.
ഇനി ഈ ഗ്രീൻ കളർ ഈ യെല്ലോ കളറിൻ്റെ കൂടെ എടുക്കാം. എന്നുവെച്ചാൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വലിച്ചു കൊടുക്കാം കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെയിൻ 3 ചെയ്യാം. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. ഇപ്പം നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ചിങ്ങനെ വലിക്കുക. ഇനി നമ്മൾ യാൺ ഓവറാക്കിയിട്ട് ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ, പക്ഷേ ഈ സൈഡിൽ നിന്ന് ഇവിടെ നിന്നല്ലാണ്ട് ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക ഹുക്ക്. എന്നിട്ട് യാൺ ഓവർ എടുത്തിട്ട് തിരിച്ചു വരാം. എന്നിട്ട് ഇങ്ങനെ പുള്ളാക്കുക മുകളിലേക്ക്. രണ്ടെണ്ണത്തിൽ കൂടെ നമ്മൾ യാൺ ഓവറാക്കി എടുക്കാം. ഇങ്ങനെ നമ്മൾ 2 വട്ടം കൂടി ഈ സെയിം സ്റ്റിച്ചിൽ ചെയ്യുക. ഇങ്ങനെ മുകളിലേക്ക് വലിക്കാൻ മറക്കരുത്. ഇപ്പം ടോട്ടൽ നമ്മൾ 3 വട്ടം ചെയ്ത് ഇപ്പം നമ്മൾ ഹുക്കുമ്പോൾ 4 ലൂപ്പ് ഉണ്ടാവും. ഇങ്ങനെ 2 എണ്ണത്തിൽ കൂടെ എടുത്ത് 2 എണ്ണത്തിൽ കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഈ 4 ലൂപ്പ് 3 എണ്ണം ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ വീണ്ടും 3 എണ്ണം ചെയ്യുക. അപ്പോൾ യാൺ ഓവർ ആക്കുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ആക്കി തിരിച്ച് കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങനെ പൊക്കുക. ഇപ്പോൾ ടോട്ടൽ 4, 5, 6 ലൂപ്പ്. ഇനി യാൺ ഓവറാക്കി 2 എണ്ണത്തിൽ കൂടെ എടുക്കുക. ഇനി ഇങ്ങനെ 2 പ്രാവശ്യം കൂടിയും ഈ ഒരൊറ്റ സെയിം സ്റ്റിച്ചിൽ ചെയ്യുക. അപ്പോൾ ഒരു സ്റ്റിച്ചിൽ 3 എണ്ണമാണ് ഉണ്ടാവുക. 3 വട്ടം ചെയ്യണം. ഇനി നമ്മൾ ലാസ്റ്റത്തെ പ്രാവശ്യം കൂടിയും ചെയ്യണം. നമ്മളിങ്ങനെ വലിക്കാൻ മറക്കരുത് മുകളിലേക്ക്. ഇപ്പം നമ്മളെ ഹുക്കുമ്മേ 7 ലൂപ്പ് ഉണ്ടോയെന്ന് എണ്ണാം. 1, 2, 3, 4, 5, 6, 7. ഇനി യാൺ ഓവറാക്കി ഈ 7 ലൂപ്പിൽ കൂടി നമ്മൾ എടുക്കുക. ഇനി നമ്മൾ ചെയിൻ 3 ചെയ്യാം. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. എന്നിട്ട് നമ്മളുടെ ഈ ലാസ്റ്റ് നമ്മൾ വർക്ക് ചെയ്ത സ്റ്റിച്ചിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഞാൻ ആ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. നമ്മൾ ഇങ്ങനെ യാൺ ഓവർ ചെയ്തെടുക്കുക, ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. നമ്മൾ മുകളിലേക്ക് കൊടുന്നിട്ട് അത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യരുത്, അടിയിലേക്ക് വെച്ച് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. ഇനി ഈ അടിയിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ ചെയിൻ 3 ചെയ്യുക. എന്നുവെച്ചാൽ ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. ഇനി ഈ സെയിം പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ആക്കാം. സ്റ്റിച്ച് വിട്ട് പോവാണ്ട് നോക്കുക. അപ്പം നമുക്ക് യാൺ ഓവറാക്കി അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ മുകളിലേക്ക് വലിച്ചു കൊടുക്കുക, യാൺ ഓവറാക്കി 2 എണ്ണത്തിൽ കൂടെ എടുക്കുക, യാൺ ഓവറാക്കി വീണ്ടും അതേ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാം. നമുക്ക് യാൺ ഓവറാക്കി 2 എണ്ണത്തിൽ കൂടെ എടുക്കാം. ഇങ്ങനെ നമ്മൾ ഈ റൗണ്ട് തീരണ വരെ ചെയ്യാം. ടോട്ടൽ നമുക്ക് 6 പെറ്റൽ കിട്ടും. ഇതിപ്പോൾ നമ്മൾ 3 എണ്ണം ചെയ്തു, അപ്പോൾ 4 ലൂപ്പായി. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിൽ 3 എണ്ണം ചെയ്യാം. ഇനി 7 ലൂപ്പ് ഉണ്ടോ നോക്കുക. എന്നിട്ട് ആ 7 എണ്ണത്തിൽ കൂടി നമ്മളിങ്ങനെ യാൺ എടുത്ത് കൊണ്ടുവരാം. ഇനി ചെയിൻ 3 ചെയ്യാം. ഇനി നമ്മൾ ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ 2 പെറ്റൽ റെഡിയായി. ഇനി നമ്മൾ ചെയിൻ 3 ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂ ആക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പോൾ നമ്മളുടെ പാറ്റേൺ ഇതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെയ്ത് ലാസ്റ്റത്തെ പെറ്റലിൻ്റെ അവിടേക്ക് എത്തിയിട്ട് ലാസ്റ്റ് നമുക്ക് 2 സ്റ്റിച്ച് ബാക്കിയുണ്ട്. ഇപ്പം ഞാൻ ടോട്ടൽ 5 പെറ്റൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ പെറ്റൽ ചെയ്യാം.
ചെയിൻ 3 ചെയ്യാം. എനിക്ക് ക്യാമറയിൽ ചെയ്യാൻ കുറച്ച് ഒരു ഇത് അതാണ് തെറ്റണതൊക്കെ. മൂന്നെണ്ണല്ല 3 വട്ടം ചെയ്തു. ഇനി 3 അടുത്ത സ്റ്റിച്ചിൽ ചെയ്യാം. ഒരു വട്ടം കൂടി, ലാസ്റ്റത്തെ 3ാമത്തെ വട്ടം. നമുക്ക് എല്ലാത്തിൽ കൂടെ എടുക്കാം. ചെയിൻ 3 ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അത് ടൈറ്റ് ആക്കാം. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് കൊണ്ടുവരാം ഇങ്ങനെ. എന്നിട്ട് നമ്മളൊരു ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഒന്നുമല്ല, ജസ്റ്റ് സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് യാൺ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഫാസ്റ്റൻ ഓഫ് ചെയ്യാം. ഇപ്പം നിങ്ങൾ മഞ്ഞ യാൺ വെട്ടിയിട്ടില്ല, അത് വെട്ടണം കാട്ടി മുന്നേ നമ്മളുടെ ഈ മാജിക് റിങ്ങിൻ്റെ ഈ മഞ്ഞൊന്ന് വലിച്ച് ഈ ഹോളൊന്ന് അടക്കാൻ ട്രൈ ആക്കുക. അത്ര ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യാൺ ടെയിലും വെട്ടിക്കൊടുക്കാം. പക്ഷെ നിങ്ങൾ ടൂ ഷോർട്ടായിട്ട് വെട്ടരുത്, അത്യാവശ്യം ഒരു ഇത്ര 3 ലോങ്ങിൽ വെട്ടാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട്, ഇത് ബാക്കാണ്. ഇനി നമുക്ക് ഈ പെറ്റൽസൊക്കെ ഒന്ന് അങ്ങോട്ട് പുഷ് ചെയ്യാം. എന്ന് വെച്ചാൽ ഈ ചെയിൻസ് നമ്മൾ ബാക്കിലേക്ക് ആക്കി കൊടുക്കുക. അപ്പം അത് പഫി ആയിട്ട് വരും, കണ്ടോ? അപ്പം ഈ ചെയിൻസൊക്കെ ബാക്കിലേക്ക് ആക്കി കൊടുക്കുക. അപ്പം എനിക്കിത് ബാക്കിൽ നിന്ന് ചെയ്യാനാണ് കുറച്ചുകൂടി സുഖം, അതുകൊണ്ടാണ് ഞാൻ ബാക്കിൽ നിന്ന് ചെയ്യണം. പഫ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പഫ് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് മനസ്സിലായിട്ടില്ലേ? അപ്പോൾ ഞാനിവിടെ എടുത്തുള്ളത് 7 കളേഴ്സാണ്. അപ്പോൾ ഈച്ച് കളർ ഞാനിപ്പോൾ കറൻ്റ്ലി ഉണ്ടാക്കുന്നത് 6 ആണ്. പക്ഷെ എത്ര ഫ്ലവേഴ്സ് വേണ്ടി വരും എന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും ഞാനിവിടെ സൈഡിൽ കൊടുക്കുക എനിക്ക് എത്ര ഫ്ലവർ ഓരോ കളറിൽ നിന്നും വേണ്ടി വന്നു എന്ന്. അപ്പം ഞാൻ കറൻ്റ്ലി എല്ലാ കളറിൻ്റെയും 6 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളും എല്ലാ കളറിൻ്റെയും 6 എണ്ണം ഉണ്ടാക്കുക. സെൻറ്റർ ഏത് കളറായാലും കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഇനി എൻ്റെ ബാഗ് ഉണ്ടാക്കാൻ വേണ്ട അത്രയും പൂവോട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ബാഗിൻ്റെ സൈസ് ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു സൈസാണ്. അതുകൊണ്ട് എനിക്കറിയില്ല എത്ര പൂ വേണമെന്ന്. ഞാൻ ഏകദേശം ഒരു കളർ 6 എണ്ണം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ടോട്ടൽ 7 കളേഴ്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എത്ര 3 ബാഗ് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കാം. ഏതെങ്കിലും ഒരു 2 റാൻഡം കളേഴ്സ് എടുക്കാം. അപ്പം ഞാൻ ഈ റെഡും ഇതാണ് വിചാരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു യാണും ഇങ്ങനത്തെ എടുക്കുക. ഇപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് പൂവിൻ്റെ ഫ്രണ്ട്, പൂവിൻ്റെ ബാക്കിലാണ് നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ പെറ്റലിൻ്റെ ഇടയിലും വേറൊരു പെറ്റൽ വരുന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ ജോയിൻ ആക്കിക്കോളൂ. ഇതൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ചെയിൻസില്ലേ നമ്മൾ ചെയ്ത അതിൽ കൂടെ നമ്മൾ ഹുക്കിടാം. എന്നിട്ട് നമ്മൾ ഇതിൽ കൂടെയും കൂടി ഹുക്കിട്ടിട്ട് യാണ് കൊടുന്ന് കെട്ടിയിടയാണ്. കെട്ടി ചെയ്യാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. പക്ഷേ നിങ്ങൾക്കിപ്പം ഇത് വേണ്ട, നിങ്ങൾക്ക് തുന്നിയാൽ മതി, ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി തുന്നിപ്പോയാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇതിൽ ഏതാണ് ഒരു ബെസ്റ്റ് ഇതെന്ന് എനിക്കറിയില്ല, ഞാനത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ട്യൂട്ടോറിയൽ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും വരേണ്ടത്.
അപ്പം നമുക്കിത് 2 വട്ടം ഒന്ന് കെട്ടി കൊടുക്കാം. ഇപ്പം 2 വട്ടം കെട്ടി. ഇനി നിങ്ങൾ ഈ ഒരു പെറ്റലും കൂടി കെട്ടുന്നതും നല്ലതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടിയും ആ ഒരു ഗ്യാപ്പില്ലാണ്ട് ഇങ്ങനെ ഫില്ലായി പോവും. ഗ്യാപ്പില്ലാണ്ട് ഫില്ലായി പോകണം, അതാണ് ഇതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പം അങ്ങനെ ചെയ്യാനൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതൊന്നും സ്യൂ ചെയ്യണമെന്നില്ല. ഇനി നമുക്ക് മറ്റേ രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അതിൽ നിങ്ങൾ ഒരു ഡാർണിങ് നീഡിൽ എടുക്കുക. ഈ നീഡിലോ ടാപ്പിസ്ട്രി നീഡിൽ എന്തായാലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ടാപ്പിസ്ട്രി നീഡിൽ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് ആ ടാപ്പിസ്ട്രി നീഡിൽ. അപ്പം ഞാനിതിൽ ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് നോർമലായിട്ട് ചെയിൻസിൻ്റെ ഇവിടെ കൂടെ എടുത്തിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കുറച്ചും കൂടി ഈസിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഡെഫിനേഷൻ കിട്ടുമെന്നാണ് നമുക്കറിയാത്തത്. ഇനി നമുക്ക് സോറി ഗൈസ്, ക്യാമറയിൽ കാണണ്ടോന്ന് ശ്രദ്ധിച്ചില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ചെയിൻസിൻ്റെ ഉള്ളിൽ കൂടെയും ആക്കി കൊടുത്തു നോക്കാം. നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. കാരണം എനിക്ക് തന്നെ വലിയൊരു ഐഡിയ ഇല്ല ഇതെങ്ങനെ ജോയിൻ ചെയ്യാന്ന് ഭംഗിയിൽ. ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇതേപോലെ ഓരോ പൂ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വരാം. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുക. പെറ്റൽസ് ഇടയിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. അത്ര പറയുള്ളൂ. ഈ ആണ് പുറത്തേക്ക് കാണാണ്ട് നോക്കുക. ടൈറ്റ് ആക്കിയിട്ട് അത്രയും ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ തുന്നി പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ ഒരു റോ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത് ഞാൻ ചെയ്യുന്നത് ഇവിടെയാണ്. കാരണം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതിനെക്കാട്ടി നല്ലത് ഇങ്ങനത്തെ രീതിയിൽ പോയാണ്. അപ്പം നമ്മൾ മുകളിലത്തെ റോയിലെ ഒരു പൂവിലോട്ടാണ് കാണുന്നത് ഇങ്ങനെ. പിന്നെ ഇത് ഇവിടെ ഒന്ന് സ്യൂ ചെയ്തെടുക്കാം. ഞാനങ്ങനെ ഇതൊക്കെ കൂട്ടി ഒന്ന് സ്യൂ ചെയ്തു. പക്ഷെ ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. ഇവിടെ ചെയ്യണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ചെയ്യുന്ന ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ശ്രദ്ധിക്കുക. പക്ഷെ എനിക്ക് കൺഫ്യൂഷനാണ് ഏത് രീതിയിൽ കണക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ 2 രീതിയും ഇതിൽ കാണിച്ചേ. കണ്ടോ, ഇപ്പോൾ ഒന്നിച്ച് വന്നത്. ഇവിടെ സ്യൂ ചെയ്തിട്ടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനെ സ്യൂ ചെയ്ത് നിങ്ങൾ പോവുക. എനിക്ക് ഒന്നിപ്പിക്കുന്നതിൽ അത്ര ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും നിങ്ങളുടെ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് കാണാം. ഞാനിവിടെ 10 റോ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ കെട്ടിയിട്ടാണ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് ആ ഒരു കെട്ടിൻ്റെ അവിടെ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ഗ്ലൂ ഇട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നല്ലൊരു ഇതിൽ നിൽക്കും, തീരെ അഴിഞ്ഞു പോവില്ല. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പുറം ഭാഗം കാണണ്ടേ. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഇതാണ് ഇപ്പം എൻ്റെ ഒരു കളർ പാറ്റേൺ വന്നിട്ടുള്ളത്. അപ്പം ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മളിത് മറിച്ച് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ഫ്ലവറും കൂടിയും വെച്ചാൽ നല്ലതാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്ലവറും കൂടി വെക്കാം. എങ്ങനെ ആയാലും നമ്മൾക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇപ്പം ഒരു എക്സാമ്പിൾ കാണിക്കാനാണെങ്കിൽ, ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞ ഞാൻ തുടങ്ങിയത് ഒരു റോയില് 6 കളറ് പൂ വെച്ചിട്ടാണ്. അങ്ങനെ ഞാൻ 10 റോ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഒന്നിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഞാൻ ഇവിടെയാണ് ഒന്നിപ്പിക്കേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഫ്ലവറും കൂടി വന്നാൽ ഒന്നിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി നീറ്റാവുന്നതാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ഫ്ലവറും കൂടിയും വെക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ എന്നുവെച്ചാൽ ഇങ്ങനെ ഈ 2 ഇതിലും കൂടി ഈ 2 പെറ്റൽസും കൂടി നമ്മൾ കെട്ടാം. അപ്പോൾ ഇതിങ്ങനെ സൈഡ് ഇങ്ങനെ കെട്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി ഇവിടെ വരെ വരണം. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്നിട്ട് അങ്ങനെ കെട്ടിയിട്ട് നമുക്ക് കാണാം. ഈ ബാഗിൻ്റെ ഒരു സൈഡ് ചെയ്തു. ഇപ്പോൾ കണ്ടിലേക്ക് ഇത് ക്ലോസായി ഇങ്ങനെ വന്നിട്ടുണ്ട്.
അപ്പം ഇനി നിങ്ങൾക്ക് പുതിയ കെട്ടിയില്ലേ, അതിലൊക്കെ ഗ്ലൂ ഇട്ടിച്ച് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ഗ്ലൂ ആണ്. അപ്പം ഞാൻ ഗ്ലൂ ഇറ്റിക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് സെറ്റായി. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഒരു പൂവും കൂടിയും ആ സ്പേസിൽ ആഡ് ചെയ്താൽ സെറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു പൂവും കൂടി ആഡ് ചെയ്യാം. അങ്ങനെ ഇത് കറക്റ്റ് ഒരു അലൈനായിട്ട് കൊണ്ടുവരാം. അപ്പം നമുക്ക് ഈ സൈഡും കൂടി ചെയ്തിട്ട് ലാസ്റ്റ് കാണാം. നമ്മൾ ഇത്രയും ഭാഗം അവിടെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഒരു ബാഗിൻ്റെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി ലാസ്റ്റ് ഒരു ഫ്ലവറും കൂടിയും ഇവിടെ വെക്കാണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലൈനിങ് ഇടുകയാണ് ചെയ്യുക. ഇത് മറിക്കും. അപ്പോൾ നിങ്ങൾ ലൈനിങ് ഇടണമെന്ന് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ലൈനിങ് ഇടാൻ ഒന്നും അറിയില്ല. അതിൽ ഞാനൊരു പ്രൂവ് അല്ല, അതുകൊണ്ട് എൻ്റെ ഉമ്മയാണ് എനിക്കത് ചെയ്തത്. അതുകൊണ്ട് ഞാൻ അത് ഈ വീഡിയോയിൽ കാണിക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി ഇതിന് ലൈനിങ്ങും വെച്ചിട്ട് കാണാം. അങ്ങനെ നമ്മളുടെ ബാഗ് ഇവിടെ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചങ്ങലൊക്കെ സൈഡിൽ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിബ് വെച്ചു. അപ്പം അതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം അതാ ഉൾഭാഗം ഇങ്ങനെയാണ് വരിക. അപ്പം ഞാനൊരു സാറ്റിൻ മെറ്റീരിയലാണ് ഉള്ളിൽ കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ സിബ് വെക്കുന്നതും ഇത് ജസ്റ്റ് ഒരു ഇതാട്ടോ, ഇവിടെ ഞാൻ ഇങ്ങനെ വെച്ച് വെറുതെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ടിരുന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത് അത്ര വശമല്ല. എൻ്റെ ഉമ്മേനെ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഒക്കെ വെച്ച് തന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാണെന്ന്. പിന്നെ പേൾസൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിത് ഇപ്പോൾ കൊടുന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.